ചെറിയ തലവേദനയോ പനിയോ വന്നാൽ നമ്മൾ ആശ്രയിക്കുന്നത് പാരസെറ്റമോളിനെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ പാരസെറ്റമോൾ ഒരിക്കലും ഡോക്ടറുടെ കുറിപ്പടി പ്രകാരം അല്ലാതെ ആർക്കും എപ്പോഴും വാങ്ങി കഴിക്കാവുന്ന ഒരു മരുന്ന് തന്നെയാണ് പാരസെറ്റമോൾ. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വേദന സംഹാരി എന്ന നിലയിൽ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന പാരസെറ്റമോൾ തന്നെയാണ്. അപ്പോൾ 500 mg 650 mg ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ അതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുമ്പോൾ ശരിക്കും 1 കിലോയ്ക്ക് 15 മില്ലിഗ്രാം എന്ന തോതിലാണ് ശരിക്കും അത് കഴിക്കേണ്ടത്. അപ്പോൾ ഇത് അല്ലാതെ ഈ പാരസെറ്റമോളിൻ്റെ ഡോസ് ഓവറായിട്ട് എടുത്തിട്ട് ഈ അടുത്തിടെ എഡിൻബർഗ് സർവകലാശാല പുറത്തിറക്കിയ ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ കരൾ രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. മേ ബി ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾക്കിപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും കരൾ രോഗം അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമ്മൾ ഒരിക്കലും നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് പാരസെറ്റമോൾ ഓവർഡോസ് എടുത്തിട്ടുണ്ടെന്ന് ഒരിക്കലും നമ്മൾ തിരിച്ചറിയാനൊന്നും പോകില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ പാരസെറ്റമോളൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ചെറിയ തലവേദനയ്ക്കും പനിക്കൊന്നും നിങ്ങൾ പാരസെറ്റമോൾ 500 650 ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇപ്പം അത്രയും സഹിക്കാൻ പറ്റാത്ത തലവേദന വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരസെറ്റമോൾ 500 പകുതി കഴിച്ച് നോക്ക്, മാറുവാണെങ്കിൽ ആ ഡോസേജ് അത്രയും കുറഞ്ഞില്ലേ. 650 കഴിക്കുന്നവരാണ് ഏറെയും. ചെറിയ പനി വന്നാലും ചെറിയ തലവേദന വന്നാലും ഡോളോയിലേക്ക് ഓടിപ്പോകും. 650 mg പാരസെറ്റമോൾ ആണ്